നമസ്കാരം, വെൽക്കം ടു തത്തുമൈ ടി വി. പാക്ചാരന്മാർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ 15കാരൻ അറസ്റ്റിൽ. പഞ്ചാബിലെ പത്താൻകോട്ടിലാണ് സംഭവം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചാരപ്രവർത്തനം നടത്തി എന്ന പേരിൽ ആൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പത്താൻകോട്ടിലെ സൈനിക കേന്ദ്രങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും കൂടി പാക് ചാരന്മാർക്ക് കുട്ടി അയച്ചു നൽകിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഒരു വർഷം മുമ്പേ ജമ്മു കാശ്മീരിൽ താമസിക്കുന്ന സമയത്ത് കുട്ടിയുടെ പിതാവിനെ കാണാനില്ലായിരുന്നു. പിന്നീട് കുട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമാകുകയും ഇവിടെ പാകിസ്ഥാൻ ചാരന്മാരുടെ കെണിയിൽ വീഴുകയുമായിരുന്നു. അങ്ങനെ ഒരു വർഷക്കാലം നിരന്തരം കുട്ടിയുമായിട്ട് ഭീകരന്മാർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നിസ്സാരമായ വാർത്തയായി തള്ളിക്കളയാൻ കഴിയില്ല. അതായത് ഡിജിറ്റൽ ജിഹാദ് എന്ന് പറയുന്നൊരു ജിഹാദിയൻ ശൃംഖല ഭീകരന്മാർ വളർത്തിയെടുക്കുന്നുണ്ട്. അത് നേരിട്ട് ഇത്തരം സ്ഫോടനങ്ങളിൽ പങ്കെടുക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ തേടി ഭീകരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം ഭീകരന്മാരുടെ ശൃംഖലയിൽ കണ്ണികളായിട്ട് നിരവധി സ്ലീപ്പർ സെല്ലുകളാണ് ഭാരതത്തിലടക്കം ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് വളരെ വ്യാപകമായിട്ട്. അവർക്ക് പിറകിൽ തന്നെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അത്തരം ഡിജിറ്റൽ ജിഹാദോടൊപ്പം തന്നെ അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ള അത് വൈറ്റ് കോളർ ജിഹാദ് എന്ന തരത്തിൽ നേരത്തെ ഡൽഹിയിലെ ചെങ്കോട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്നു കേട്ട പേരാണ് വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറഞ്ഞു. അത്തരം വൈറ്റ് കോളർ ജിഹാദ് പല തരത്തിലുള്ള ജിഹാദിയൻ ശ്രമങ്ങളെ ഒരൊറ്റ ശൃംഖലയ്ക്ക് കീഴിലാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ലവ് ജിഹാദ്, അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് നടക്കുന്ന വർഗീയമായിട്ട് വളരെയധികം വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോപ്പുകൂട്ടി നടത്തുന്ന ഭീകരവാദ ശ്രമങ്ങളുണ്ട്. നേരത്തെ PFI ഒക്കെ ആസൂത്രണം ചെയ്തതുപോലുള്ള ശ്രമങ്ങൾ, അതായത് ഇന്ത്യയെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ അജണ്ട തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു PFI ശ്രമം നേരത്തെ പട്യാല കോടതിയിൽ NIA സമർപ്പിച്ചിരുന്നു. അത്തരം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജിഹാദ് പ്രവർത്തനങ്ങൾ, ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കാനുള്ള പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തു. ഡിജിറ്റൽ ജിഹാദ് പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തു കൊണ്ടുവരുന്നത്. അതായത് PFIക്ക് വളരെ സജീവമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഭീകരവാദികളെ സിറിയയിലേക്ക് അയക്കുകയും ഇവിടുന്ന് പരിശീലനം നേടിയെടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവരിക, ഇങ്ങനെ തുടർന്ന് വലിയ പദ്ധതികൾ ഇവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ പല ജിഹാദിയൻ ശ്രമങ്ങളെയൊക്കെ കൂടി ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത്. അതിൽ വൈറ്റ് കോളർ ജിഹാദ് എന്ന ഒറ്റ തലത്തിലേക്ക് ഇവരിതിനെ കൊണ്ടുവരികയും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഡിജിറ്റലായിട്ട് ഇതിനെ പല മേഖലകളിലേക്ക് എത്തിക്കാനും കണക്കിലുള്ള ആൾക്കാർ അത്തരം ശൃംഖലയുടെ ഭാഗമായി മാറുകയായിരുന്നു ഈ കുട്ടി എന്നതാണ് സംശയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.